ഈ വണ്ടി ആദ്യം മൈൻഡിലുണ്ടായിരുന്നില്ല. പിന്നെ ഇത് മീഡിയ വണ്ടിയാണ്. മീഡിയ വണ്ടി അവർ സ്ക്രാപ്പ് ചെയ്യാൻ പോവാ, കളയാൻ പോണ വണ്ടിയത്. പറഞ്ഞാൽ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് പോലും വേണ്ടാത്തതാണോ അതോ? അങ്ങനെയല്ല, ഇത് പറഞ്ഞാൽ അവർക്ക് അവർ മീഡിയക്ക് ഉപയോഗിക്കുന്ന വണ്ടികൾ എല്ലാ കമ്പനികളും കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുക്കാറുണ്ട്. BM-ഒക്കെ അടുത്തിടയ്ക്ക് കുറെ കൊടുക്കാറുണ്ട്. കുറെ വണ്ടികൾ ഇങ്ങനത്തെ മീഡിയക്ക് വേണ്ടി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോണ മോട്ടോർ സൈക്കിൾസ് കസ്റ്റമേഴ്സിന് കൊടുക്കില്ല. ആ വണ്ടികൾ ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഒന്നെങ്കിൽ അത് സ്ക്രാപ്പ് ആക്കി കളയും, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ മീഡിയക്ക് മേടിക്കാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. കുറെ വണ്ടികൾ കിട്ടാണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു വണ്ടിയായിരുന്നു ഇങ്ങനെ മീഡിയക്ക് ഉപയോഗിച്ച് കുറെ കാലം വെറുതെ ഫാക്ടറിയിൽ ഇരുന്ന വണ്ടി. ഹൈദരാബാദ് വെറുതെ ഇരുന്ന വണ്ടിയെ. എന്നിട്ട് അത് കുറച്ചു കാലം കൊച്ചിയിൽ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് വന്ന വണ്ടിയെ. എന്നിട്ട് അത് അവിടെ കിടന്ന് അതിന് പാർട്സ് ഒന്നും കിട്ടാണ്ട് കിടന്ന്. അപ്പോഴാണ് ഞാൻ വന്ന് അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, സാധനം സെറ്റാക്കി എടുക്കാം. ഞാൻ 3 മാനുഫാക്ചേഴ്സിന് അയച്ചാൽ റോയൽ എൻഫീൽഡ് അവരും ഓക്കെ പറഞ്ഞ, പിന്നെ BSA ഒക്കെ അവർക്ക് ഭയങ്കര സന്തോഷം വണ്ടി ചെയ്യാൻ. പക്ഷേ ഞാനൊരു ട്രാക്ക് ഡേക്ക് V3 ഓടിച്ച്. അപ്പോഴാണ് ശരിക്കും എന്ത് എളുപ്പത്തിലാണ് ഓടിക്കുന്നത്. R200 അടിക്കാം. പിന്നെ ഓൺ ദ റേസ് ട്രാക്ക് അത്രയും ഹാൻഡ്ലിങ്, അത്രയും കോൺഫിഡൻസ്, അത്രയും മോശം ടയറാണ്. ഇപ്പൊ നമ്മൾ മറ്റേ RC-ലൊക്കെ അത്രയും നല്ല ടയറുകളൊക്കെ എയർ കൂൾഡ്, ഓയിൽ കൂൾഡ്, പിന്നെ ലിക്വിഡ് കൂൾഡ് വണ്ടികളായിരുന്നു. ഹിമാലയ ഉണ്ട്. ആദ്യം പണിയിട്ട് ഹിമാലയൻ കേരള ബോർഡർ കടക്കുന്ന മുമ്പ് ഇമ്പൾസ് ഓടിക്കാൻ വേണ്ടി മേടിച്ച് കൊടുത്തൊരു വണ്ടിയാണ്. പക്ഷെ വൈഫ് ഓടിച്ചില്ല. വീട് വണ്ടി കൊണ്ട് നടക്കണം. വീട് വണ്ടി കൊണ്ട് നടക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വീട് പോകാൻ നിറച്ചുണ്ട്, അപ്പുറത്തെ വീട്ടിലൊക്കെ കാറൊക്കെ ഇട്ടേക്കണം. നമ്മളെ മാർഗമാണ് ഇത്. കാര്യമായിട്ട് അതിന്റെ ചരിത്രം ഈ ക്യാമറയുടെ പുറകെ അറിയാം. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയാണോ? അല്ലോ, അത് R3 RC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു വലിയ കഥയാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ നോക്കുവാണെന്ന് KTMs ആർ മച്ച് ബെറ്റർ. അപ്സൈഡ് ഡൗൺ ഫോർക്കാണ്, ഷോക്ക് ഒക്കെയാണ്. പക്ഷേ ഈ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ അല്ല അതിന്റെ ഹൈലൈറ്റ്, അതിന്റെ ഷാസി ജോമെട്രി, അതിന്റെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് അല്ലെങ്കിൽ നോർമൽ ടെലിസ്കോപ്പിക് ആണെങ്കിലും R3 ഒരു പ്രൊവൈഡ് ചെയ്യുന്ന അതിന്റെ കോൺഫിഡൻസ്, അതിന്റെ നിംബിൾനെസ്, എത്ര ഈസി ആയിട്ട് ഒരു കോർണറിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പൊ KTM എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് സ്പീഡ് ഒരു 175 കോർണർ അത്രയും സ്പീഡിലൊന്ന് ബ്രേക്ക് പിടിക്കാം. പക്ഷേ യമഹയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ R3യുടെ പ്രത്യേകത അല്ലെങ്കിൽ R15 V3യുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും സ്പീഡ് ഇൻ ടു എ കോർണർ ക്യാരി ചെയ്യാൻ പറ്റും. 170 ഞാൻ പറയുന്നില്ല, ഒരു 60 3rd ഡ്രോപ്പ് ചെയ്തിട്ട് ട്രെയിൽ ചെയ്ത് വീണ്ടും കുറച്ചും കൂടി സ്പീഡ് എൻ്റർ ചെയ്യാൻ പറ്റും ആ കോർണറിട്ട്. അപ്പോൾ കോർണർ എക്സിറ്റ് സ്പീഡ് നമ്മുടെ കൂടുതലായിരിക്കും. അവിടെയാണ് R3 KTM അടിക്കുന്നത്. അവർ ചെറിയ മില്ലി സെക്കൻഡേ ഉള്ളൂ. പക്ഷേ റേസ് ട്രാക്ക് മനസ്സിലാവും. നമുക്ക് റോഡിൽ ഓടിച്ചാൽ എപ്പോഴും നമുക്ക് ഫീലിംഗ് കിട്ടുന്ന KTM മച്ച് ബെറ്റർ. നമുക്ക് ആക്സലറേഷൻ നമുക്ക് അതാ പറഞ്ഞു, നമുക്ക് റോഡും ട്രാക്കും കമ്പയർ ചെയ്യാൻ കുറച്ച് വ്യത്യാസമുണ്ട്. എക്സ്പെക്ട് നമ്മുടെ റോഡ് ഈ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കും, ഇങ്ങനെ ഹോണ്ട ഓർ യമഹ എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ 3-4 ജാപ്പനീസ് ബ്രാൻഡിൽ വരുന്നത് ഇപ്പോൾ ഈ കവാസാക്കി എന്ന് പറഞ്ഞാൽ കൂടുതൽ പവർഫുൾ യുണീക്ക് വണ്ടി എന്നുള്ള ലെവൽ. യമഹ എന്ന് പറയുമ്പം ഷാസിയാണ് അവർ കൂടുതലും. ഡെൽറ്റ ബോക്സ് ഷാസി. R3 ഡയമണ്ട് ഫ്രെയിം ആവുന്ന സാധാ ഫ്രെയിം. ഈ സ്പെസിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തൊരു വണ്ടി ഹാൻഡിൽ ചെയ്യണം. ഞാൻ നെട്ടിപ്പോയത്. ഞാൻ ട്രാക്കിൽ ഓടിച്ചപ്പോൾ ശരിക്കും നെട്ടിപ്പോയി. ഞാൻ അത്രയും പണത് RC ആയിട്ട് പോകണം. RC പോയി ഞാൻ അന്ന് സെറ്റ് ചെയ്യാൻ ടൈം 123 122 ആണ് കരിമോട്ടർ സ്പീഡ് വേയിൽ സെറ്റ്. അല്ല 122 അല്ല, പഴയ ലേഔട്ട് ടൈം കറക്റ്റ് ഓർമ്മ. പുതിയ ലേഔട്ട് ടൈംസ് ആണ് ഞാൻ പറയുന്നത്. പഴയ ട്രാക്ക് മാറിയെന്ന് ഇടയ്ക്ക് വെച്ച് ട്രാക്ക് ഒരു പുതുക്കി കുറച്ചുകൂടി വലിയ ട്രാക്ക് ആക്കിയത്. പഴയ ട്രാക്കിൽ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ടൈമിങ് എത്ര. ഞാൻ ഒന്ന് റെക്കോർഡ് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ ഞാൻ എൻ്റെ RC-നെ കാട്ടി ഒരു 0.5 seconds ഫാസ്റ്റർ ആയിരുന്നു R3. സാധാ സ്റ്റോക്ക് R3 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ KTM-ൽ ഓടിച്ചു വരുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടും. നമുക്ക് കുറെ കഷ്ടപ്പെട്ട് അപ്പോൾ നമുക്ക് ഫീലിംഗ് കിട്ടും നമ്മൾ അത്രയും ഫാസ്റ്റ് ആയിട്ട് അത്രയും എഫേർട്ട് കിട്ടണം. നമ്മുടെ വണ്ടി ചരിയില്ല തിരിയില്ലെന്ന് ഞാൻ പറയില്ല. അത്രയും എഫേർട്ട് ഇട്ടാലേ നമുക്ക് കോർണർ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും എഫേർട്ട് ഇട്ടാലേ ഇൻടു ആ കോർണർ ആ സ്പീഡ് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ പറ്റുള്ളൂ. പക്ഷേ അത് R3 നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പുഷ് ചെയ്യും, കുറച്ചും കൂടി ട്രെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടെക്നിക്കൽ ടേംസ് നമ്മൾ ട്രെയിൽ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രണ്ട് പോകും. അപ്പോൾ ഫ്രണ്ടിലോട്ട് കൂടുതൽ ലോഡ് വരും, കൂടുതൽ പ്രഷർ ഓൺ ദ ഫ്രണ്ട് വീൽ കിട്ടും, കുറച്ചുകൂടി ബെറ്റർ ടയർ കോൺടാക്ട് പാച്ച് കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പീഡ് ക്യാരി ചെയ്തിട്ട് കോൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ആ സെറ്റപ്പാണ്. അത് യമഹയുടെ ഒരു ബ്രില്യൻസ് ആണ്. ജാപ്പനീസ് മോട്ടോർ സൈക്കിൾ ഇപ്പോൾ CBR 250 ആണ് നല്ല ഹാൻഡ്ലിങ്. അതിൻ്റെ ഫ്രണ്ട് ഫോക്സിൽ R3 അത്ര വരും. R3 അത്ര വരില്ല. കാരണം ചെയ്യാൻ പറ്റും. CBR 250 നമ്മൾ നിഞ്ച 250യുടെ സ്ട്രേറ്റ് സ്പ്രിങ് ഇടും. CBR 250 പ്രോഗ്രസ് സ്പ്രിങ് അത് മാറ്റിയിട്ട് നിഞ്ച 250 സ്പ്രിങ് എടുത്തിട്ട് കുറച്ചും കൂടി സ്റ്റിഫറാവും, കുറച്ചും നല്ല ആക്ഷനാവും. അപ്പോൾ കുറച്ചും നല്ല സെറ്റപ്പാണ്. കാരണം 250 അതിന് പവർ കുറവായതുകൊണ്ട് CBR 250 നല്ല കുറച്ചുകൂടി ഹാൻഡ്ലിംഗ് ആയി ഫീൽ ചെയ്യും. പക്ഷേ R3 അത്രയും പവർ ഉണ്ടായിട്ട് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അതെ, നമുക്കത് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൂടെ അല്ലേ? ആണല്ലേ? അപ്പോഴേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് വണ്ടി എടുത്തേ? അത് കഴിഞ്ഞ് ലോങ് ഗ്യാപ്പിന് ശേഷം ഈ വണ്ടി വന്നില്ലേ വന്നേ?
അതെ അതെ. പിന്നെ കുറെ RC നമ്മൾ ഫുള്ള് ട്രാക്ക് വേണ്ടി മാത്രം പണിയുന്ന വണ്ടികളെ. അപ്പോൾ RC390 തന്നെ 2-3 വണ്ടി പണിതുണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. അമർനാഥ് മേനോൻ ഓടിച്ച ഒരു വണ്ടിയുണ്ട്. കുറെ RC ഉണ്ട്. കുറെ RC പാർട്സ് നമ്മുടെ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. 2 RC, ഒരു KTM ഡ്യൂക്ക് 390 എല്ലാം പണിത് ഗോകാർട്ടിനും ഒരു സൂപ്പർ മോട്ടോ ഒക്കെ ഉണ്ട്. ഒരു ഇമ്പൾസ് ഉണ്ടായത്, അതിൻ്റെ ഒരു ഇമ്പൾസ് എടുത്തായത്. ഇമ്പൾസ് ഉണ്ട്. ഇമ്പൾസ് വെച്ചാൽ K2K ചെയ്ത കാശ്മീർ ഒക്കെ പോയി എല്ലാം ട്രാവൽ ചെയ്ത 455. അതുകൊണ്ട് നമുക്ക് 420 പോവാം, അതായിരിക്കും ബെറ്റർ. ആ 6:30 എത്തണം, അല്ല ബസ്സിന് പോവാം. അങ്ങനെന്താ ബസ്സാ സുഖം. ബസ്സാണ് കുറച്ചുകൂടെ. അരൂര് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങനെ. പിന്നെ ഞാൻ ഒരു ഇമ്പൾസ് എടുത്തായിരുന്നു. ഇമ്പൾസ് ആണ് എനിക്ക് ശരി, ഞാൻ ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ അല്ല വണ്ടികൾ. ആ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരും എൻ്റെ കൂടെ വന്ന എല്ലാ ഫ്രണ്ട്സും ഹിമാലയൻ ആയിരുന്നു, MT-15 ഒക്കെ ആയിരുന്നു, R15 ആയിരുന്നു. എല്ലാവരും വെച്ച് ഞാനതിന് നാച്ചുറൽ ആസ്പിറേറ്റ് എന്ന് പറഞ്ഞാൽ എയർ കൂൾഡ് വണ്ടി, ഓയിൽ കൂൾഡും കൂടിയല്ല ലിക്വിഡ് കൂൾഡ്. ബാക്കി കൂടി വന്ന വണ്ടികളൊക്കെ എയർ കൂൾഡ്, ഓയിൽ കൂൾഡ്, പിന്നെ ലിക്വിഡ് കൂൾഡ് വണ്ടികളായിരുന്നു. ഹിമാലയൻ ഉണ്ട്. ആദ്യം പണിയിട്ട് ഹിമാലയൻ കേരള ബോർഡർ കടക്കുന്ന മുമ്പ് വർക്ക്ഷോപ്പിലാണ് കയറി. ഞാൻ ഈ ഇമ്പൾസ് എടുത്തുകൊണ്ട് വന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഈ വണ്ടി എടുക്കണോ, പഴയ വണ്ടി. എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പണ്ട് എപ്പോഴും അത് അങ്ങനെ. ഇപ്പം ഞാൻ ഇത് ഇമ്പൾസ് എന്ന് പറഞ്ഞ സാധനം ഹോണ്ടയുടെ ലാസ്റ്റ് ഗിഫ്റ്റ് ഫോർ ഹീറോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഞാൻ പറയുന്നത് അവരുടെ ലാസ്റ്റ് ഒരു ഗിഫ്റ്റ് കൊടുത്ത ഇഗ്നൈറ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വന്ന വണ്ടി. അതിൽ നല്ലൊരു വണ്ടി ശരിക്കും ഇമ്പൾസ് ആയിരുന്നു. ഇപ്പം ഞാൻ എടുത്ത എല്ലാ വണ്ടി ആൾക്കാർ എടുക്കുന്ന ടൈമിൽ കുറ്റം പറയേണ്ടായിരുന്നു. ഡ്യൂക്ക് 390, ഇപ്പൊ BS3 ഡ്യൂക്ക് 390 സെറ്റപ്പ് നോക്ക്, അബാർത്ത് കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ടൈമിൽ അപ്പുറത്ത് വിട്ട് ആ ചേട്ടൻ വന്ന് മോനെ എന്തിനാ ഫിയറ്റ് എടുത്തത്. അങ്ങനെ ഇപ്പൊ നമ്മൾ എടുക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഓടിച്ച് നോക്കി ഇഷ്ടപ്പെടുന്ന വണ്ടികൾ. ഇമ്പൾസ് ഞാൻ അന്ന് ഓട്ടോലോഗിന്റെ അവിടെ പോയിട്ട് പൂനെ ചെന്ന് ഓടിക്കുവേണ്ട, ഈ വണ്ടി ഓട്ടോലോഗിന്റെ വണ്ടിയാണ് ഞാൻ ഓടിച്ച്. ഞാൻ പറഞ്ഞു ഈ വണ്ടി ഞാൻ തിരിച്ചെടുക്കുക, അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇമ്പൾസ് പവർ കൊണ്ടല്ല, അതിന്റെ ഹാൻഡ്ലിങ് ഈസി ടു ഹാൻഡിൽ, അത്ര ലൈറ്റ് വെയിറ്റ്. ഈ എക്സ്പൾസിന്റെ എഞ്ചിനും ഹോണ്ടയുടെ സെയിം ഡിറൈവ് ചെയ്തെടുത്തായിരിക്കും, പക്ഷെ അതിന്റെ ബിൽഡ് ക്വാളിറ്റിയിൽ കുറെ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ കുറെ പേര് എന്റെ കുറെ ഫ്രണ്ട്സ് എടുത്തവർക്ക് കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ പേർപ്പസ് ഉപയോഗിക്കുന്നുണ്ട്, സിറ്റി ഉപയോഗിച്ച് ഓടിക്കുന്നവർക്ക് അധികം പ്രശ്നം ഉണ്ടായില്ല. ഓഫ് റോഡിങ് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഇമ്പൾസ് ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത എഞ്ചിനാട്ടാ, എടുത്ത് പണിത എഞ്ചിൻ. ഞാൻ ഫുൾ K2K പോയി തിരിച്ചു വന്നു, ഒരു സൈഡിൽ കൂടി പോയി അപ്പുറത്തെ സൈഡിൽ കൂടി വന്ന് കാശ്മീർ പോയി, എല്ലായിടത്തും അത്രയും കുന്നും മലയും കയറി ഇറങ്ങി വന്നിട്ട് ഒരു സീനില്ല. വീണ്ടും ഞാൻ ഇവിടെ കുറെ വെള്ളപ്പൊക്കത്തിലൊക്കെ കൂടി ഓടിച്ച് ഒരു സീനും ഇല്ലാണ്ട് അത്ര എഫേർട്ട്ലെസ് ആയിട്ട് വന്ന മോട്ടോർ സൈക്കിളാണ് ഇമ്പൾസ്. അത്രയും ഞാൻ സസ്പെൻഷൻ മാറ്റിയാണ്, ബാക്ക് ഷോക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, YSSന്റെ ഇപ്പൊ കാണാൻ പറ്റുട്ടോ. അത് സെറ്റപ്പ് ആയിട്ട് ഞാൻ കംഫർട്ട് എൻജോയ് ചെയ്ത പോണേ. ഞാൻ ഒരു ഫ്രണ്ടിത്തെ ഞാൻ ടീത്ത് മാറ്റി, സ്പ്രോക്കറ്റിന്റെ ടീത്ത് മാറ്റി, 17 ടീത്ത് സ്പ്രോക്കറ്റ് ഇട്ട് കസ്റ്റമായിട്ട് ഉണ്ടാക്കിയ സ്പ്രോക്കറ്റാ. അതിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്പ്രോക്കറ്റാ ഫ്രണ്ട് സ്പ്രോക്കറ്റിന്റെ ടീത്ത് വലുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ആക്സലേഷൻ ഉണ്ടായില്ല, പക്ഷെ ടോപ്പ് സ്പീഡ് ഉണ്ടാവും. നമുക്ക് ഒരു 80-90 ക്രൂസ് ചെയ്ത് പോവാം, മറ്റവരുടെ ഒപ്പം പോവാം. എനിക്ക് ഒരു ആഗ്രഹം എന്താണ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പറ്റും. അങ്ങനെ ആ സ്പ്രോക്കറ്റിൽ മാറ്റി എയർ ബോക്സിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തതിന് പിന്നെ കാർബറേറ്റർ അന്ന് മാറ്റി തോന്നുന്നു, ഓർമ്മയില്ല. കരിസ്മയൊന്നുമില്ല, സ്റ്റോക്ക് തന്നെ എന്തോ ചെറിയൊരു. പല ആൾക്കാർ കരിസ്മയുടെ എഞ്ചിൻ കയറ്റുന്നുണ്ട്, വെയിറ്റ് കൂടുതൽ ചെയ്യാൻ പറ്റും. നല്ല പേർപ്പസ് ടൂറിങ്ങിനൊക്കെ പേർപ്പസ് ഒക്കെ നല്ലതായിരിക്കും, പക്ഷെ അപ്പോൾ സസ്പെൻഷൻ പറ്റും. ആ എഞ്ചിന് ഭയങ്കര വെയിറ്റ് കൂടുതലാണ്. ഞാൻ ഓടിച്ചിട്ട് എൻ്റെ ഒപ്പീനിയൻ ആട്ടോ, ഞാൻ അത്ര വലിയ ഓഫ് റോഡ് റൈഡർ ഒന്നുമല്ല, പക്ഷെ എന്നാലും അമ്മ ഒപ്പീനിയൻ അതിന് വെയിറ്റ് കൂടിയ സെറ്റപ്പ്. അത് വെച്ച് ഓഫ് റോഡ് ട്രെയിലൊക്കെ ആ വെയിറ്റ് ഫീൽ ചെയ്യും. ഇമ്പൾസിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് ലൈറ്റ് വെയിറ്റ്നെസ് ആണ്, ഈസി ടു ഹാൻഡിൽ. ആ ക്യാരക്ടർ മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഓടിക്കാൻ രസമില്ല, സംതിങ് മോർ പവർഫുൾ ഉണ്ടാക്കിയത്. പക്ഷേ എക്സ്പൾസ് ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ അല്ലേ. അതെ, എക്സ്പൾസിലാണ് ആൾക്കാർക്ക് മനസ്സിലായി. അല്ലേ മിക്കരും ഈ വണ്ടി എടുക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഈ വണ്ടി വീട്ടിൽ കൊണ്ടുവന്നൊക്കെ വെച്ച സമയത്താണെങ്കിൽ ആൾക്കാർക്ക് ഇമ്പൾസ് ഒക്കെ എന്തിനെടുത്ത്, അതൊന്നും ഇമ്പൾസ് അങ്ങനെ ഇതില്ല. ഞാൻ പൂനെന്ന് എടുത്തോണ്ട് വന്നത് എന്തോ 30,000 രൂപക്കാണ് വണ്ടി. 30,000 ഷോറൂം കണ്ടീഷൻ വണ്ടി. ഇപ്പൊ ഷോറൂം കണ്ടീഷൻ അല്ല, ചവർ വണ്ടിക്ക് 80,000 കൊടുക്കണം മിനിമം. 70,000 കൊടുക്കണം. ഞാൻ ഓട്ടോലോഗിന്റെ ഓണർ വൈഫിന് ഓടിച്ചോടിക്കാൻ വേണ്ടി മേടിച്ച വണ്ടിയാണ് ഇമ്പൾസ് ഓടിച്ചോടിക്കാൻ വേണ്ടി മേടിച്ചു കൊടുത്തൊരു വണ്ടിയാണ്. പക്ഷെ വൈഫ് ഓടിച്ചില്ല. എന്നിട്ട് ഞാൻ ആ വണ്ടി ഇങ്ങോട്ട് കേരളത്തിൽ കൊണ്ടുവന്ന് ഞാൻ K2K ചെയ്ത് സെറ്റാക്കി. ഇപ്പൊ ഒരു CRF കിറ്റൊക്കെ കയറ്റി പണിത് ഓഫ് റോഡ് സ്പെക്കിൽ വണ്ടി പണിത് വെച്ച് സെറ്റപ്പ് വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫേവറേറ്റ് മോട്ടോർ സൈക്കിൾ നോക്കി ഇമ്പൾസ് അത്ര ഓർമ്മകൾ പ്രൊവൈഡ് ചെയ്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഓടിച്ചവർക്കേ അത് മനസ്സിലാവുള്ളൂ. ഈ മറ്റേ ഇപ്പൊ ഇറങ്ങി കവാസാക്കിയുടെ ഒക്കെ ഒരു KLX അതുപോലുള്ള അത് ഒരു ഡുവൽ സ്പോർട്ട് ക്യാരക്ടറുള്ള മോട്ടോർ സൈക്കിൾ. എക്സ്പൾസ് മോർ ഓഫ് ആൻ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ, ഡേർട്ട് മോട്ടോർ സൈക്കിൾ, റാലി ട്രെയിൽ ഓടിക്കാൻ നല്ല
ട്രെയിൽ ഓടിക്കാൻ നല്ല, പക്ഷെ എന്നാലും എനിക്ക് എക്സ്പൾസ് ആയിട്ട് അങ്ങനെ കണക്ഷൻ കിട്ടിയിട്ടില്ല. ആ ഓടിച്ചിട്ട് എനിക്ക് ആ ഇമ്പൾസിൽ ഓടിച്ച ആ ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഇമ്പൾസിന്റെ ഒരു ചെറിയൊരു പക്ഷെ എനിക്ക് ആ ഫീല് കിട്ടിയത് KLX 230. KLX 230 കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള ആ സസ്പെൻഷൻ ട്രാവൽ ആണെങ്കിലും ആ വലിയ ടയർ സെറ്റപ്പ് എല്ലാം കൂടി ഓടിച്ചിട്ട് ആ എഞ്ചിൻ ആണെങ്കിൽ അടിപൊളി ഗിയർ ബോക്സ് ഓവറോൾ. ആ എഞ്ചിൻ ശരിക്കും വണ്ടി എൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാഷ്വൽ ആയിട്ട് എടുത്ത് വീഡിയോ ചെയ്തത്, അങ്ങനെ പഠിച്ചോ സെറ്റപ്പ് ഒന്നും ചെയ്യാൻ അങ്ങനെ റിസർച്ച് ഒന്നും ചെയ്യാണ്ട് വെറുതെ എടുത്ത് കാഷ്വൽ ആയിട്ട് ഞാൻ എൻ്റെ ഇമ്പൾസ് എക്സ്പീരിയൻസ് വെച്ച് ചെയ്തൊരു വീഡിയോ. ആ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഗിയർ റേഷ്യോസിനെ കുറിച്ചാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാം, സെറ്റപ്പ് പറയാം. അത് കണ്ടു നോക്കിയാൽ കുറച്ചൊരു ബെറ്റർ ആയിട്ട് ആ KLX 230 കേപ്പബിലിറ്റി. പ്രൈസ് കൂടും, കാവസാക്കിയുടെ വണ്ടിക്കൊക്കെ പ്രൈസ് കൂടുതലാണ്. പ്രൈസ് കൂടാൻ ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഞാൻ പറഞ്ഞാൽ അത് എടുക്കുവാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു റിഗ്രറ്റ്. അത് വെച്ചിട്ട് ആ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോന്ന് തന്നെ ചോദിച്ചാൽ അത്രയും കാലം കിടന്നോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇമ്പൾസ് എടുത്ത് പ്രോജക്ട് ബൈക്ക് പോലെ ബിൽഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കണം. പക്ഷേ ഒരു 10 ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ 60-70 രൂപ. അല്ലെങ്കിൽ ഷാസി എടുത്ത് എഞ്ചിനൊക്കെ കയറ്റാം, ഷാസി എടുത്ത് ബിൽഡ് ചെയ്ത് അത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നിൽക്കുവാണെങ്കിൽ ചെയ്യാം. ഇതൊക്കെ വന്നത് പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി എടുത്താണ് എയറോക്സ്. സത്യം പറഞ്ഞാൽ യൂസിന് വേണ്ടി എടുക്കുന്നതാണോ അതൊരു ക്രേസിന് എടുക്കുന്നതാണോ? യൂസ് ഡെഫിനറ്റ്ലി. ഇത് എനിക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ വണ്ടിയും ഞാൻ കുറച്ച് വർഷം കഴിഞ്ഞ് ഞാൻ ട്രാക്കിലൂടെ ഓടിക്കും. ഈ വണ്ടി ഞാൻ ട്രാക്കിൽ ഓടിച്ചാൽ, ഈ വണ്ടി ഞാൻ ട്രാക്കിൽ ഓടിച്ചാൽ, എല്ലാ വണ്ടിയും എൻ്റെ എല്ലാ വണ്ടിയും ട്രാക്ക് റേസ് ടു യൂസ് ഉപയോഗിച്ച വണ്ടിയാണ്. 2 വണ്ടി റേസിന് ഉപയോഗിക്കാം, 1 ഗോ കാർട്ടിന് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പം എൻ്റെ പണ്ട് മുതലുള്ള ആഗ്രഹം, അന്ന് ഡിയോ ഉണ്ടായിരുന്ന ടൈം തൊട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ വീട് വണ്ടി കൊണ്ട് നടക്കണം. വീട് വണ്ടി കൊണ്ട് നടക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. വീട് പോകാൻ നിറച്ചുണ്ട്, അപ്പുറത്തെ വീട്ടിലെ കാറൊക്കെ ഇട്ടേക്കണം. ജിംനി ഇപ്പോഴും ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. എടുക്കുന്ന എല്ലാ വണ്ടി കോൺട്രവേഴ്സിയാ. നമ്മൾ എടുക്കുന്ന വണ്ടി ആൾക്കാർ അപ്പം ചോദിക്കും ഈ ജിംനിയൊക്കെ എന്താ താർ എടുത്താൽ പോലെ. അപ്പം നമ്മൾ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയില്ല, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇതേപോലെ ഇമ്പൾസ് എടുത്തപ്പോൾ ആൾക്കാർ ചോദിച്ചതാ, ഡ്യൂക്ക് 390 BS എടുത്തപ്പോൾ ആൾക്കാർ ചോദിച്ചതാ, എയറോക്സ് എടുത്തപ്പോൾ ആൾക്കാർ ആദ്യം ചോദിച്ചു ഈ വണ്ടി ഇത്രയും കാശ് കൊടുത്ത് വണ്ടി സ്കൂട്ടർ ആരെങ്കിലും മേടിക്കും. അതിപ്പോ എന്തെല്ലാം മോഡൽ, അത് നമുക്ക് ഒരു കുറെ സാധനം മാറ്റിയിട്ടുണ്ട്. TV ഒക്കെ കാണാൻ പറ്റും കേട്ടോ. നാവിഗേഷന് വേണ്ടി വെച്ചതാ. നാവിഗേഷൻ സെറ്റപ്പ്, സീറ്റ് തണുപ്പിക്കാൻ. ഇതിന്റെ സസ്പെൻഷൻ അടിപൊളിയാണ്. ഇപ്പോൾ ഓൺ പേപ്പർ സ്പെസിഫിക് ഇതിന്റെ പവർ നോക്കിക്കാൻ അത്ര പവർ 35 ഹോഴ്സ് പവർ, 28 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക് ഒക്കെ ഉള്ളത്. ഇതിന്റെ ECU ലോക്ക്ഡ് ആണ്. ECU എടുത്ത് ഇങ്ങനെ പണിയൊന്നും പറ്റില്ല. ഇനി പവർട്രോണിക് അങ്ങനെ ഫ്യൂലെക്സ് ഒക്കെ വെക്കാൻ പറ്റും. അതല്ലാണ്ട് ഇതിന്റെ സസ്പെൻഷൻ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. ഇതിന്റെ പ്രീലോഡ് കംപ്രഷൻ ആൻഡ് റീബോണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാക്ക് റോഡിൽ ഓടിച്ചോണ്ട് പോയി ട്രാക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നല്ല സെറ്റപ്പാണ്. ഗോ കാർട്ട് ഓടിക്കാൻ അടിപൊളി. ഇതിന്റെ വീഡിയോ ഫുട്ടേജ് ഞാൻ അയച്ചുതരാം. അത്രയും എൻജോയ് ചെയ്തു. ഇതിന് വന്ന ടയർ എന്ന് പറഞ്ഞാൽ റോഡ് 5 ടയേഴ്സാണ്. വെറ്റ് ഗ്രിപ്പ് ഇത്ര ഉള്ളത്. ഞാൻ മഴയത്ത് ഒരു ഗോ കാർട്ട് ഇട്ട് ഓടിച്ച ടയറാണ്. അത്ര സെറ്റപ്പ്. ഇപ്പോൾ ടയർ ഫുൾ സോഫ്റ്റ് ആണോ അതോ ഡുവൽ കോമ്പൗണ്ട്, ബൈക്ക് കോമ്പൗണ്ട്. സെന്റർ പോർഷൻ ഹാർഡ്, സൈഡ് പോർഷൻ സോഫ്റ്റ് ആണ്. പക്ഷെ അതിന്റെ ഗ്രൂസില്ല, അതിന്റെ ത്രെഡിൽ കൊടുത്തതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിലും കുറച്ച് ലൈൻസ് കൊടുത്തത്. അതിന്റെ ടയർ ഇരിക്കണ്ട ഞാൻ എനിക്ക് കാണിച്ചു തരാം. അതിന്റെ ഉള്ളിലും കുറച്ച് ലൈൻസ്, സൈപ്പ് എന്ന് പറയുന്നത്, സൈപ്പിംഗ് എന്നാ പറയുന്നത്. അത് കുറച്ച് ടയർ തേയ്മാനം വന്നു കഴിഞ്ഞാലും അതിന്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ സാധാരണ ടയർ കുറച്ച് തേയ്മാനം കഴിഞ്ഞാൽ പിന്നെ വാട്ടർ അതിന്റെ റിമൂവ് ചെയ്യുന്ന കപ്പാസിറ്റി വന്നു. പിന്നെയാണ് ഹൈഡ്രോപ്ലെയിൻ ആവുന്നത്. വണ്ടി അക്വപ്ലെയിൻ ടയർ തെന്നി പോകുന്ന ആ പ്രശ്നമൊക്കെ അല്ലേ. അങ്ങനെ പ്രശ്നം ഈ വന്നാൽ ഈ റോഡ് 5 ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ, ആ ഗ്രൂവിന്റെ ഉള്ളിലും അവർ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേയ്മാനം വന്നാലും അതിന്റെ വാട്ടർ ക്യാരിങ് കപ്പാസിറ്റിനെ അഫക്ട് ചെയ്യില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നല്ല ബ്രില്യൻ ടയർ. നമ്മുടെ ഇന്ത്യൻ റോഡിൽ ഇപ്പം ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഏറ്റവും ബെസ്റ്റ് ടയർ റോഡ് 5, റോഡ് 6 ടയർസാ. കിട്ടാനില്ല, ഇപ്പൊ നിർത്തി. അതാണ് ഇപ്പോൾ വേറെ റൂൾ വന്നതെന്ന് പറഞ്ഞാൽ 110. ഇപ്പോൾ ഓൾറെഡി ഇന്ത്യൻ മാനുഫാക്ചർ ഇപ്പോൾ C8 ഞാൻ ഇട്ടേക്കുന്നുണ്ടല്ലേ. C8 ടയർ നമ്മൾ ടെസ്റ്റിംഗിലാണ്. അപ്പോൾ ഈ C8 സ്പോട്ട് നല്ല ടയറാണ്. ഇത് RC കപ്പിൽ ഉപയോഗിക്കുന്ന ടയറാണ്. RCയിൽ ഉപയോഗിക്കുന്ന ടയർ, ട്രാക്ക് ഓടിക്കുന്ന ടയർ. നല്ല ടയർ. ഇതിട്ട് നമ്മൾ ഗോ കാർട്ടൊക്കെ ഓടിച്ചാൽ നല്ല ഗ്രിപ്പാണ്. പക്ഷേ വെറ്റ് ഗ്രിപ്പ് റോഡ് 5 അത്ര ഉണ്ടെന്ന് വെച്ചാൽ വെറ്റ് ഗ്രിപ്പ് അത്ര ഒന്നുമില്ല. പക്ഷേ ഡ്രൈ ഗ്രിപ്പ് കുഴപ്പമില്ല. ഏറ്റവും ബെസ്റ്റ് ഡ്രൈ ഗ്രിപ്പ് ഇപ്പോൾ കിട്ടുന്ന അറ്റ് അഫോർഡബിൾ പ്രൈസ് TVSന്റെ പ്രോട്ടോർക്കാണ്. എനിക്കിപ്പോൾ ആ TVS ആയിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്ത TVS ആയിട്ട് കുറേ കഥയൊക്കെ പറയുന്ന TVS ആയിട്ട് എല്ലാം സപ്പോർട്ടാണ്. യൂറോ ഗ്രിപ്പ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ യൂറോ ഗ്രിപ്പിൻ്റെ ഞാൻ എപ്പോഴും അവിടെ ആ കാര്യത്ത് പറയുന്ന കാര്യം, നിങ്ങളുടെ പണ്ടത്തെ NS ഇട്ട ടയർ ഇട്ടിട്ട് എനിക്ക് ഓർമ്മ, എൻ്റെ ഫസ്റ്റ് റേസിൽ TVS യൂറോ ഗ്രിപ്പാണ് ടയർ തന്നെ, റേസിംഗ് ടയർ. അവിടെ ഇപ്പം മേടിക്കാൻ കിട്ടില്ല ടയർ, റേസിംഗ് കോമ്പൗണ്ട് ആയിട്ടുള്ള ടയർ ഉണ്ടായിരുന്നു, സോഫ്റ്റ്വെയർ കോമ്പൗണ്ട്. അപ്പോൾ ആ ടയർ വന്നപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പണ്ടുള്ള ട്രോമയാണ് NS200 വന്ന ആ യൂറോ ഗ്രിപ്പ് ടയർ. ആ ടയർ ഇട്ട് ഞാൻ റേസ് ഓടിക്കുകയാണ്. ഞാൻ വേണോ പറഞ്ഞു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എൻ്റെ ഫ്രണ്ടാണ്, ക്ലോസ് ഫ്രണ്ട് ഷഫിൻ, അന്ന് യൂറോ ഗ്രിപ്പില്ല. അപ്പോൾ ഷഫിനാണ് എനിക്ക് കൊണ്ടുവന്ന ടയർ, ഇന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ പറഞ്ഞു ഇത് വേണോ കൂട്ടാ, ഇത് ഇത്ര നിനക്ക് എന്നോടല്ല ദേഷ്യം ഉണ്ടോ. ഫസ്റ്റ് ടൈം ഉപയോഗിക്കാനില്ലേ ആ റേസിൽ, അത് റേസാണ് നടക്കുന്നത്. റേസ് ഞാൻ ഓടിക്കാൻ പോകുമ്പോൾ ഇട്ടുന്ന ടയർ ഇതാ പ്രോട്ടോക്കിന്റെ ഡിഫറെന്റ് വേർഷൻ ആയിട്ട് കുറച്ചുകൂടി സോഫ്റ്റ് കോമ്പൗണ്ട് 1 മേക്ക് ചാമ്പ്യൻഷിപ്പിൽ ഉപയോഗിക്കുന്ന ടയർ. ആ ടയർ ഇട്ട് ഞാൻ എടുത്ത്, എനിക്ക് കോർണർ എടുക്കാൻ പേടി, വണ്ടി ചടിക്കാൻ പേടി, ഞാൻ ഇങ്ങനെ തല വെച്ച് ഓടിക്കുക. അപ്പൊ കുറച്ചൊക്കെ ഓടിച്ചാൽ ഞാൻ സീനില്ല, ബ്രേക്ക് പിടിച്ച സീനില്ല. കോർണർ എടുത്ത് പോയി, കോർണർ മാരക ഗ്രിപ്പ്. ഞാൻ നേരത്തെ ഉപയോഗിച്ച ടയർ റോസോ 2
റോസോ 2-നെക്കാട്ടി എഡ്ജ് ഗ്രിപ്പാണ്. റോസോ 2 എച്ച് റേറ്റഡ് ടയേഴ്സ് ആയിരുന്നു, ഇത് ഡബ്ല്യു റേറ്റഡ്, അതിനെക്കാട്ടിയും ബെറ്റർ എഡ്ജ് ഗ്രിപ്പ്. ഞാനിത് പിറ്റി വന്നിട്ട് ഞാൻ ഷാപ്പിൽ ഇത് എന്ത് ടയറാ, അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ടയർ ടി വി എസ് മാറിയെന്ന്. ടി വി എസ് മാറി, ടി വി എസ് യൂറോ ഗ്രൂപ്പ് മാറി സെറ്റ്. അതാണ് ഈ ലോക്ക്ഡൌൺ സമയത്ത് കിട്ടാതെ വന്ന ടയറില്ലേ, ഭയങ്കരമായ ഡിമാൻഡ്. ഇപ്പൊ കിട്ടാനില്ല ടയർ, കിട്ടാനില്ലല്ലേ പ്രോട്ടോക്ക്, ലൈഫ് കുറവാ പക്ഷെ മാരക ഗ്രിപ്പാ ട്രാക്കിൽ ഉപയോഗിച്ച്. ആണോ പുതിയ ഒരു മോഡൽ അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവര് ടി വി എസിന്റെ ബ്രാൻഡിൽ മാറ്റി യൂറോ ഗ്രൂപ്പ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ടി വി എസിന്റെ ടയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പ്രശ്നം ഇത് വരും. ഈ വണ്ടിയാണ് ടി വി എസ്, പക്ഷെ ഇത് ട്രാക്കിലൊക്കെ മാരകമാണ്. ഇതൊക്കെ കാര്യമായിട്ട് അതിന്റെ ചരിത്രം ഈ ക്യാമറയുടെ പുറകെ നിൽക്കണതിന് അറിയാം. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ വണ്ടിയാണോ? അല്ലോ അല്ലല്ല, ഫ്രീ ആയിട്ട് കിട്ടിയൊന്നുമല്ല, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊന്നുമല്ല, ഫ്രീ ആയിട്ട് കാശ് കിട്ടേണ്ട എണ്ണി കൊടുത്ത് മേടിച്ച വണ്ടിയാണ്. അതെ അതെ. ഇതാകുമ്പോഴേ ബ്രോ ഇവിടുന്ന് ഓടിച്ചോണ്ട് ട്രാക്കിലോട്ട് പോയിട്ട് അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ട്രാക്ക് ഓടിച്ച് തിരിച്ചു ഓടിച്ചു. അതാണ് ഞാൻ പണ്ട് ഡ്യൂക്ക് ചെയ്തോണ്ട് അത് തന്നെ. പക്ഷെ ഡ്യൂക്കിൽ സാധനങ്ങളൊക്കെ കെട്ടാൻ കുറച്ച് പാടായിരുന്നു. സബ് ഫ്രെയിമിലാണെങ്കിൽ സാധനം കെട്ടി വെച്ച് അത്രയും സൂട്ടും സാധനങ്ങളൊക്കെ വെച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൽ നമുക്ക് സെറ്റപ്പ് ഞാൻ അതുപോലെ ഇതേപോലെ വെച്ച് നമുക്ക് ഓടിക്കാം. ഒന്നും മാറ്റേണ്ട. ഗോ കാർഡിൽ ഫോർ ഫണ്ട് ഞാൻ വെറുതെ ബോറൊക്കെ അടിച്ചിരിക്കുമ്പോൾ മറ്റേ തൃശ്ശൂർ സ്പീഡ് വേ പോയി ഓടിക്കും. ഡ്യൂക്ക് പോലെ അഫോർഡബിൾ ആണ് ക്രാഷ് ഒക്കെ ആയി കഴിഞ്ഞാൽ. ഇതിന് പാർട്സിന് വിലയുണ്ട്, പാർട്സിന് കുറച്ച് സാധനത്തിനൊക്കെ വിലയുണ്ട്. പക്ഷേ ഞാൻ പറയില്ല, സർവീസ് ഒക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യണം, അതൊന്നും വലിയ പ്രശ്നമില്ല. ലെവർ ഹാൻഡിൽ ബാറൊക്കെ പറ്റായി കഴിഞ്ഞാൽ ഹാൻഡിൽ ബാറിന് വില കൂടും. പക്ഷേ ഇതിന് ഡ്യൂക്കിന്റെ ഹാൻഡിൽ ബാറൊക്കെ വെക്കാൻ പറ്റുമോ? അങ്ങനെ ആകെ 100 രൂപ വ്യത്യാസമുള്ളൂ ഡ്യൂക്കും ഇതിന്റെ ഹാൻഡിൽ ബാറും തമ്മിൽ. അല്ല, ഇത് ഇപ്പോൾ RT തന്നെ ഒറിജിനൽ വെച്ചാൽ ഇത് കുറച്ച് ലൈറ്റർ വെയിറ്റ്. ഇതിന്റെ ഫിനിഷിങ് നല്ല ഫിനിഷിങ്, ഇതിന്റെ പാർട്സിന്റെ ക്വാളിറ്റി ആണെങ്കിൽ നല്ല ഫിനിഷിംഗ്. അപ്പോൾ നമുക്ക് ഒരു വിഷ്വലി പ്ലീസിംഗ് ആയിട്ട്. ഇതിന്റെ ക്ലച്ച് യോക്കിന് 2500 രൂപ, ഹാൻഡിൽ ബാറിനെക്കാട്ടും വില ഇതിന്റെ ക്ലച്ച് യോക്ക്. അതാ ചില സാധനത്തിനൊക്കെ ഭയങ്കര നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനത്തിനൊക്കെ ഭയങ്കര റേറ്റ്. ഞാൻ നെട്ടിപ്പോ അപ്പൊ ഞാൻ മാറ്റിയിട്ടില്ല, ഞാൻ ഒന്ന് ലേത്തി കൊണ്ട് കുറച്ച് വർക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പോണ പണ്ട് ഞാൻ ട്രാക്കിൽ നിന്ന് തിരിച്ചു ഓടിച്ചു എനിക്ക് കാറും തട്ടിയതാ, ഹാൻഡിൽ ബാർ തട്ടിയതാ. തട്ടിയപ്പോ ഹാൻഡിൽ ബാറും ബെൻഡായി. അത് ഈ ക്യാമറ റെക്കോർഡ് ചെയ്തതാണ്. റെക്കോർഡ്. ഇതിൽ ക്യാമറയും വെച്ചിട്ടുണ്ട്, ഡാഷ് ക്യാമറ എല്ലാം സേഫ്റ്റി ആയിട്ട്. ഇതിന് ക്രൂസ് കൺട്രോൾ ഉണ്ട്, ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, നമുക്ക് സിറ്റിയിൽ കാറിലുള്ള എല്ലാ സാധനവും ഉണ്ട്. പിന്നെ GTT എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്. ട്രാഫിക്കിലൊക്കെ അധികം ഒന്നും സെറ്റപ്പ് ഇല്ലാണ്ട് ഓടിച്ചിട്ട് പോവാം, ഗിയർ ഷിഫ്റ്റ് ഒന്നും ചെയ്യാണ്ട് ഓടിച്ചിട്ട് പോവാം. എല്ലാ സംഭവം IMU. വേറെ മോട്ടോർ സൈക്കിളിലൊക്കെ ഉള്ള 3 ആക്സിസ് IMU, ഇതിന് 6 ആക്സിസ് IMU കൊടുത്തിരിക്കുന്നത്. അത്ര വണ്ടി കോർണറിങ് ABS, കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ, എല്ലാ സേഫ്റ്റി ഫീച്ചറുള്ള മോട്ടോർ സൈക്കിളാണ്. ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് ബ്രേക്കിംഗ് ആണ്. ഇൻ സെഗ്മെന്റ് ബെസ്റ്റ് 300cc സെഗ്മെന്റിൽ ബെസ്റ്റ് ബ്രേക്കിംഗ്. പെറ്റൽ ഡിസ്ക് അല്ലേ? പെറ്റൽ ഡിസ്ക്. ഇതിന് സിൻഡർ ആണ് വരുന്നത്, സിൻഡർ പാഡ്സ്. സ്റ്റോക്ക് തന്നെ, പക്ഷേ 300 mm ഡിസ്കാ. KTM ഡ്യൂക്കിനൊക്കെ 320. അത് ഇത് മതിയല്ലോ, 300 ആവശ്യമുള്ളതെന്ന് തോന്നുന്നു ഈ ഒരു വണ്ടിക്ക്. പിന്നെ ഇത് വൈസർ, ഇതെല്ലാം TVSന്റെ അവർ ഇറക്കിയ പാർട്സ് തന്നെ നമ്മൾ ഫിറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി റോഡ് ലീഗലാകാൻ വേണ്ടി. ബാക്കി നമ്മുടെ ഏത് വണ്ടിയാണെങ്കിൽ നമ്മൾ അധികം റോഡിലൊന്നും ഓടിക്കുന്നില്ല, നമ്മൾ കാഷ്വൽ യൂസിലൊക്കെ ഉള്ളൂ. ഈ വണ്ടി വെച്ചാൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഈ പോലീസ് പ്രശ്നമോ MVD പ്രശ്നം ഒന്നും വരാണ്ടിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ് മാനുഫാക്ചർ ഇറക്കിയ സാധനം മാത്രമേ ഇത് കിട്ടിയുള്ളൂ. ബാക്കി കുറേ സാധനങ്ങൾക്ക് തന്നിട്ടുണ്ടായത് അതൊന്നും ഞാൻ ഫിറ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞ വലിയ പ്രശ്നമോ അതൊക്കെ ഞാൻ കണ്ടു. മാനുഫാക്ചർ അപ്രൂവ്ഡ് ആയിട്ട് ഷോറൂമിൽ മേടിക്കാൻ കിട്ടുന്ന എല്ലാ സാധനം അണ്ടർ വാറണ്ടി അല്ലെങ്കിൽ അണ്ടർ ഇൻഷുറൻസ് മാറ്റാൻ പറ്റുന്ന സാധനം മാത്രമേ ഈ വണ്ടി വെച്ചുള്ളൂ. ഗ്രിപ്സ് മാത്രം ഞാൻ വേറെ മേടിച്ചു വെച്ചു. എല്ലാ വണ്ടിയിലും RCB ഗ്രിപ്പ് വെക്കാറുണ്ട്, നല്ല ഗ്രിപ്പ്. എന്താ ആ വണ്ടി കൂടെ മാറ്റി അയാൾ ഇടിച്ച് പറിക്കും. അടുത്തത് നമുക്ക് എന്തായാലും ഇനി എയറോക്സിനെ പറ്റി പറയല്ലേ. സൗണ്ട് മാറ്റി ഇരുട്ടായില്ല അവിടെ. അശ്യോ വിശാഖ് പറഞ്ഞു കരിനാക്ക. വിശാഖ് മഴ പെയ്യെന്ന് പറഞ്ഞാൽ കൊടും മഴയാണ്. ഇത് സംഭവം ഏതാ ഇത്? അത് ക്ലിയർ മറ്റേ എയർ ബോക്സ് കവർ. ഞാൻ ആദ്യം ബ്രോയുടെ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു ഇത് വേറെ എന്തെങ്കിലും ഡായിപ്പിച്ച് വെച്ചേക്കായിരിക്കും. ഇല്ല, ഒറിജിനൽ സാധനം. ഇന്തോനേഷ്യൻ സാധനം വരത്തോളൂ. അതെ, ഈ വണ്ടി ശരിക്കും നല്ല റെക്കോർഡിംഗ് ആണോ? ആണോ? അപ്പൊ ഈ ശരിക്കും നല്ല സെറ്റപ്പ് വണ്ടിയാ. കുറെ സംസാരിക്കാൻ വേണ്ടി റെക്കോർഡിംഗ് അല്ല അഭിനയിച്ചത് ഞാൻ ഇത്ര നേരം. അതെ, ഇത് നല്ല വണ്ടിയാ ശരിക്കും. ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂട്ടർ. ഓവർ പ്രൈസ് ആയിട്ടാന്ന് തോന്നുന്നില്ല. ഇപ്പൊ മേടിക്കേണ്ടതല്ലേ? അതെ, പക്ഷെ ഇതിന്റെ സസ്പെൻഷൻ ഭയങ്കര സ്റ്റിഫാ. അപ്പൊ അത് സസ്പെൻഷൻ മാറ്റി ഇങ്ങനെ ഫ്രണ്ട് ഫോർക്ക് മാറ്റി. നല്ല പവർ അല്ലേ? പവർ അങ്ങനെ കുഴപ്പമില്ല, സെറ്റപ്പ്. ഇതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് എയർ ഫിൽറ്റർ മാറ്റിയുണ്ട്. അതിന്റെ പ്രൈമറി ഷീവ് എന്ന് പറയും, മറ്റേ വേരിയേറ്റർ എന്ന് പറയും. വേരിയേറ്റർ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഫ്രണ്ടിൽ കിടക്കണ ബെൽറ്റിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന സാധനം. ഫ്രണ്ട് അറ്റത്ത് വേരിയേറ്റർ മാറ്റിയത് എന്തോ ഗുണം? അത് ഞാൻ ചോദിക്കണം. അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ റോളർ മാറ്റും, അതിന്റെ ഷീവ് മാറ്റും. ഷീവ് എന്ന് പറയാറുണ്ട് അതിനെ കുറെ പേര് ആൾക്കാർ പറയാണ്ട് വേരിയേറ്റർ എന്ന് പറയാണ്ട് ഷീവ് എന്നാണ് ശരിക്കും അതിന്റെ ടെക്നിക്കൽ ടൈം പറയണം. ഇത് അവിടെ ഇരിക്കണേ, ഞാൻ കാണിച്ചത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് വീഡിയോ എടുത്തിട്ടാൽ മതി. ഇപ്പൊ പ്രൈമറി ഷീവും ഉണ്ട്, അതിന്റെ സ്ലൈഡിങ് ഷീവും ഉണ്ട്.
അത് രണ്ടും മാറ്റി കഴിഞ്ഞാൽ അതിന്റെ റോളർ മാറ്റി കഴിഞ്ഞാൽ ഈ റോളർ അതിൻ്റെ ഉള്ളിൽ ചെറിയ കണ്ടില്ല ഒരു വട്ടം പോലത്തെ സാധനം കിട്ടത്തില്ല, അതിന്റെ റോളർ എന്നാ പറയുന്നത്. ആ റോളർ വെയിറ്റ് കുറഞ്ഞ റോളറാണ്. ഈ റോളറിന്റെ വെയിറ്റ് കുറയുമ്പോഴേക്കും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്ഷിഫ്റ്റ് ചെയ്യില്ല. നമ്മൾ അപ്ഷിഫ്റ്റ് ഒരു ഗിയർ അടുത്ത ഗിയറിലോട്ട് മാറുന്ന പോലെ കിട്ടില്ലേ, അപ്പൊ ഇത് അധികം അങ്ങനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യില്ല, കുറച്ചും കൂടി RPM കയറ്റി നിർത്തും. അപ്പൊ കുറച്ച് ഫാസ്റ്റർ ആക്സലറേഷൻ കിട്ടും. ഞാൻ ചുരുക്കി പറഞ്ഞു ക്വിക്കർ ആക്സലറേഷൻ കിട്ടും. 0 to 1 second ഫാസ്റ്റർ. 1 second ഫാസ്റ്റർ. പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യില്ലേ? അത് ചേഞ്ച് ഫീൽ ചെയ്യും. സാധാരണ വണ്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണ വണ്ടിക്ക് ഒഴിക്കാം. ഇങ്ങനെ ആ മൈൻഡ് ഉള്ളവർക്ക് ഉപയോഗിക്കാം. എല്ലാ വണ്ടിയിലും മാറ്റാൻ പറ്റും. റോളർ മാറ്റാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ സ്ലൈഡിങ് ഷീവിന്റെ കുറച്ച് സാധനം ഷേവ് ചെയ്ത് മാറ്റാം. ഷേവ് ചെയ്ത് മാറ്റി ഞാൻ ഇൻഡോനേഷ്യൻ ഒരു വേറെ ട്യൂണർ ഷേവ് ചെയ്ത് തന്ന അത് ഷേപ്പ് മാറ്റി. അപ്പോൾ ആ റോളർ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആവും. അറ്റം വരെയും പോകും. അപ്പോൾ ചിലവർ ചോദിക്കുക, ഇന്നലെ എനിക്ക് കമന്റ് വന്നാൽ ഇതിന്റെ ശരിക്കും വെയിറ്റ് കൂടിയതാണ് നല്ലത്. വെയിറ്റ് കൂടിയതെന്ന് പറഞ്ഞാൽ നല്ലതെന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിലാണ് സ്ലൈഡ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് കൂടിയ പെട്ടെന്ന് സ്ലൈഡ് ആക്കാൻ അതിൽ മാത്രം അങ്ങനെ ആക്സലേഷൻ ഫീൽ ചെയ്യില്ല. ഈ ആക്സലേഷൻ കിട്ടാൻ വേണ്ടി ഡിലേ ആക്കും നമ്മൾ ലൈറ്റർ റോളർ ഇട്ടിട്ട്. അപ്പോൾ പയ്യാണ് അത് സ്ലൈഡ് ചെയ്ത് തന്നെ പഴയണത് സ്ലോ ആയിട്ടേ. അപ്പോൾ ആക്സലേഷൻ കൂടി പെട്ടെന്ന് അപ്ഷിഫ്റ്റ് ആയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ബൈക്കൊക്കെ അപ്ഷിഫ്റ്റ് ചെയ്ത പവർ ഇല്ലല്ലോ, കുറച്ചും കൂടി ആ ഗിയറിൽ നടക്കുവാണെങ്കിൽ കുറച്ചും കൂടി പവർ കിട്ടില്ല. അങ്ങനത്തെ സെറ്റപ്പ്. ആ CVT നമ്മൾ ചെറിയ ചെറിയ പണി കഴിഞ്ഞാൽ സെറ്റപ്പ്. ഇനി ECU ഇതിന്റെ ട്യൂൺ ചെയ്യണം, കുറച്ച് പണിയൊക്കെ ഉണ്ട്. ECU ട്യൂൺ ചെയ്തത് ഈ സാധനം വെച്ചോണ്ടല്ലേ? അല്ല, ഇത് എയർ വെറുതെ ഭംഗിക്ക് വേണ്ടി മാത്രം. എയർ ഫിൽറ്റർ പക്ഷേ എയർ ഫിൽറ്റർ ഒന്നും മാറ്റി അങ്ങനെ കിട്ടില്ല. നമ്മുടെ സ്റ്റോക്ക് ECU ഒരു 5% ഇങ്ങനത്തെ ചെറിയ വണ്ടിയിലൊക്കെ ഒരു 5% കറക്ഷൻ ചെയ്യും. 5% കറക്ഷൻ ചെയ്യും. അപ്പോൾ നമ്മൾ പുതിയൊരു എയർ ഫിൽറ്റർ വെച്ചാൽ പഴയ എയർ ഫിൽറ്റർ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ എയർ ഫ്ലോ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ എയർ വന്നു കഴിഞ്ഞാൽ ഓട്ടോ സെൻസർ വെച്ച് ഡിറ്റക്ട് ചെയ്യും. കൂടുതൽ വണ്ടി ഇപ്പൊ ലീൻ ആയിട്ട് സ്പോട്ടിൽ തന്നെ മനസ്സിലാവും. സ്പോട്ടിൽ തന്നെ കുറച്ചൊക്കെ ഓടുമ്പോൾ തന്നെ മനസ്സിലാവും. ഓട്ടോ സെൻസറിന്റെ റീഡിങ് വരും. അത് ക്ലോസ് ലൂപ്പ് ഓപ്പൺ ലൂപ്പ് ഉണ്ട്. എന്നാലും പറയുമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി. ഇപ്പോൾ ഭയങ്കര ലീൻ ആയിട്ട് ഇറങ്ങിയാൽ കുറച്ചൊരു ഫ്യൂൽ എടുക്കും. അപ്പോൾ കൂടുതൽ ഓക്സിജൻ കൂടുതൽ ഫ്യൂൽ കൊടുത്ത് തന്നെ കൂടുതൽ പവർ ഉണ്ടാവും. അതാണ് എയർ ഫിൽറ്റർ നോക്കുമ്പോൾ ചെറിയൊരു പവർ കിട്ടുന്നത്, ചില റെസ്പോൺസ് കിട്ടുന്നത്. ഫ്യൂലിനോട് കൂട്ടി കൊടുക്കുമ്പോൾ അത് എന്നിട്ടാണ് നമ്മൾ ECU ഒരു 5% 10% വരെ ECUസിന് സ്വന്തമായിട്ട് അഡാപ്റ്റ് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ECU അതെടുത്ത് ചിലത് ഓപ്പൺ ചെയ്യണം, ചിലതൊക്കെ ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇഗ്നിഷൻ ടേബിൾസ് ആണെങ്കിൽ ഫ്യൂലിംഗ് ടേബിൾസ് ആണെങ്കിൽ കുറേ സാധനം മാറ്റാൻ പറ്റും. ഇച്ചിരി എക്സ്പെൻസീവ് സംഭവം. എക്സ്പെൻസീവ് വണ്ടിയുടെ പണി എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ്. ട്യൂണിങ് എക്സ്പെൻസീവ്. അപ്പം ഇനിയിപ്പോൾ ഒരു വണ്ടി ഉണ്ടല്ലോ, മോട്ടോമോർണി. അത് നല്ലൊരു വണ്ടിയാണോ? അത് സീരിയസ് ആയിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പ്ലാൻ ചെയ്തതാണ് ഒന്നെങ്കിൽ BSA ഗോൾഡ് സ്റ്റാർ GT 650. പിന്നെ ഈ വണ്ടി ആദ്യം മൈൻഡിലുണ്ടായിരുന്നില്ല. പിന്നെ ഇത് മീഡിയ വണ്ടി അവർ സ്ക്രാപ്പ് ചെയ്യാൻ കളയാൻ പോണ വണ്ടിയത്. പറഞ്ഞാൽ ഈ വണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് പോലും വേണ്ടാത്തതാണോ അതോ? അങ്ങനെയല്ല, ഇത് പറഞ്ഞാൽ അവർക്ക് അവർ മീഡിയക്ക് ഉപയോഗിക്കുന്ന വണ്ടികൾ എല്ലാ കമ്പനികളും കൊടുക്കാറുണ്ട്. ഇങ്ങനെ BMW അടുത്തിറക്കി കുറെ കൊടുക്കാറുണ്ട്. കുറെ വണ്ടികൾ ഇങ്ങനത്തെ മീഡിയക്ക് വേണ്ടി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോണ മോട്ടോർ സൈക്കിൾസ് കസ്റ്റമേഴ്സിന് കൊടുക്കില്ല. ആ വണ്ടി ഒരു കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഒന്നെങ്കിൽ അത് സ്ക്രാപ്പ് ആക്കി കളയും, അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ മീഡിയക്ക് മേടിക്കാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. കുറെ വണ്ടികൾ കിട്ടാണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു വണ്ടിയായിരുന്നു ഇങ്ങനെ മീഡിയക്ക് ഉപയോഗിച്ച് കുറെ കാലം വെറുതെ ഫാക്ടറിയിൽ ഇരുന്ന വണ്ടി. ഹൈദരാബാദ് വെറുതെ ഇരുന്ന വണ്ടിയാണ്. എന്നിട്ട് അത് കുറച്ചു നേരം കൊച്ചിയിൽ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് വന്ന വണ്ടിയാണ്. എന്നിട്ട് അത് അവിടെ കിടന്ന് അതിന് പാർട്സ് ഒന്നും കിട്ടാണ്ട് കിടന്ന്. അപ്പോഴാണ് ഞാൻ വന്ന് അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, സാധനം സെറ്റാക്കി എടുക്കുക. ഞാൻ 3 മാനുഫാക്ചേഴ്സിന് അയച്ചാൽ റോയൽ എൻഫീൽഡ് അവരും ഓക്കെ പറഞ്ഞ, പിന്നെ BSA ഒക്കെ അവർക്ക് ഭയങ്കര സന്തോഷം വണ്ടി ചെയ്യാൻ. പക്ഷേ നമുക്ക് അവസാനം ഞാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഒരു മോട്ടോർ സൈക്കിൾ എഞ്ചിൻ മാത്രമല്ല ബാക്കി കമ്പോണൻസ് അതിന്റെ സസ്പെൻഷൻ ഒക്കെ ഹൈ എൻഡ് KYBയുടെ ഫുള്ളി അഡ്ജസ്റ്റബിൾ. ഈ അപ്പാച്ചിയിൽ വരുന്ന സെയിം ഈ അപ്പാച്ചിനെ കുറിച്ച് ഹൈ എൻഡ്. ഇത് ബേസ് വേരിയന്റ് ഇതായിട്ട് വരുന്ന അതിന്റെ കുറച്ചുകൂടി മിഡ് ലെവലാണ്. ബ്രംബോ ബ്രേക്സ് വരുന്നത്. ബ്രംബോ പാഡ്സും കാലിപ്പറും എല്ലാം ബ്രംബോ ബാക്ക്. വേറെ ഒന്നുമില്ല. പിന്നെ വരുന്ന ട്യൂബ്ലെസ് സ്പോക്ക് വീല്. അതിന്റെ ട്യൂബ്ലെസ് സ്പോക്ക് അക്രോണ്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല കമ്പനി, ഡീസന്റ് കമ്പനി. അതിന്റെ ട്യൂബ്ലെസ് സ്പോക്ക് വീല് വിത്ത് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എല്ലാം ഉണ്ട്. സ്ലിപ്പർ ക്ലച്ച് ഇല്ല, ABS ഡ്യുവൽ ചാനലാണ്. അപ്പോൾ സ്ലിപ്പർ ക്ലച്ച് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് പിന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ കുറേ പാർട്സ്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പഴയ ER6N കാവാസാക്കി 650യുടെ എഞ്ചിനാണ്. മറ്റേ ഒരു വണ്ടിയുണ്ട് ക്രൂസർ മോഡൽ. ക്രൂസർ ആണോ അതോ ഒരു ഹാലജൻ ബൾബ് വരുന്നത്? അതിനെ നേക്കഡ് മോട്ടോർ സൈക്കിൾ ER6N. പഴയ മറ്റേ നിഞ്ച 650 ഇല്ലേ, ആ പഴയ ഒരു ഫെയറിംഗ് അതിന്റെയൊക്കെ സിമിലർ വേഴ്സസിൽ തന്നെ എഞ്ചിൻ. സെയിം എഞ്ചിൻ. എനിക്ക് ആ സൗണ്ട് കേട്ടപ്പോഴേ ഇടയ്ക്കൊന്ന് തോന്നി. ഇപ്പൊ അത് മാറ്റി സീനാക്കി വെച്ചേക്കുക. എക്സോസ്റ്റ് ഒക്കെ ചെയ്ത് റിവ്യൂ ചെയ്തോണ്ടി. റിവ്യൂ ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത്. ശരി, ഇന്നലെ പോസ്റ്റ് ചെയ്തില്ലേ?
അപ്പൊ വണ്ടിയൊക്കെ പണി നമ്മൾ അത് ഭയങ്കര മോശം കണ്ടിച്ചു. അപ്പൊ ഞാൻ ഇത് കമ്പനിക്ക് അയച്ചു കൊടുത്ത കമ്പനി വെച്ച് ഈ വണ്ടി തന്നെയാണ് നമ്മുടെ വണ്ടി ഫുൾ പെയിന്റ് ചെയ്ത് സെറ്റ് ആക്കി എക്സോസ്റ്റ് ഒക്കെ ബഫ് ചെയ്ത് ECU ട്യൂൺ ചെയ്ത്. എന്റെ ECU ഭയങ്കര റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. സ്റ്റോക്ക് എത്ര BHP ഉണ്ടായിരുന്നു ആ വണ്ടി? സ്റ്റോക്ക് 55 ഹോഴ്സ് പവർ, നമ്മളത് 63 ഹോഴ്സ് പവറിലോട്ട് ട്യൂൺ ചെയ്തു. ഏകദേശം നിഞ്ചാടെ അതേ ഒരു ലെവൽ. നിഞ്ച ER6 70 ഹോഴ്സ് പവർ ഉണ്ടായിക്കൊണ്ടിരുന്നത് അന്ന്. 70 ഹോഴ്സ് പവർ അന്ന് പറഞ്ഞാൽ അത്രയും എക്സോസ്റ്റിൽ റെസ്ട്രിക്ഷൻ ഇല്ല. BS3 ആയിരുന്നു അന്നത്തെ ടൈം, അത്ര റെസ്ട്രിക്ഷൻ ഇല്ല. അതൊക്കെ നമ്മൾ മാറ്റി, കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻ മാറ്റി. അതിന്റെ പക്ഷെ ഭയങ്കര ലൗഡ് ആവും. അത് ഡയറക്റ്റ് 2 ഹെഡറിൽ നിന്നാണ് മഫ്ലർ തന്നെ. അപ്പൊ അങ്ങനെ മഫ്ലർ വെച്ച ചെവി പൊട്ടറ ശബ്ദം. ഈ ഇൻലൈൻ ട്വിൻസ് 180 ഡിഗ്രി ട്വിന്ന. ഈ നിഞ്ച 300 R3, നിഞ്ച 400 180 ഡിഗ്രി ട്വിന്ന. 650 പോലെ നിഞ്ച സൗണ്ട് ഉണ്ട്. അതിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര പിച്ച് ആയിട്ടുള്ള വോയിസ്, ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൗണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് ആക്കി എടുത്തിട്ട് കുറച്ചൊക്കെ പോപ്സ് ആൻഡ് ബാങ്ക്സ് നമ്മൾ ECU ട്യൂൺ ചെയ്തെടുക്കും. 180 ക്രാങ്കിൽ നമ്മൾ കുറച്ചും കൂടി പോപ്സ് ആൻഡ് ബാങ്ക്സ് ആഡ് ചെയ്ത് അതിന്റെ നമ്മൾ. അപ്പോൾ അതിന്റെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ സാധാരണ നമ്മുടെ പിസ്റ്റൺ എപ്പോഴാണ് ഫയർ ചെയ്യണം? TDC, ടോപ്പ് ഡെഡ് സെന്റർ നമ്മളാണ് ഫയർ ചെയ്യണം. നമ്മൾ റീടാർഡ് ചെയ്ത് പിസ്റ്റൺ എത്തുന്ന മുമ്പായിട്ടാണ്, കുറച്ചും കൂടി മുമ്പായിട്ട് ഒരു 10-15 ഡിഗ്രീസ് മുമ്പായിട്ട് തന്നെ ഫയർ. കാർബൺ ബിൽഡപ്പ് വരാം എന്നൊക്കെ പറയും. നമ്മൾക്ക് ഇത് പൊട്ടിച്ചിറക്കാനുള്ള വണ്ടിയാണ്, പ്രോജക്ട് വണ്ടി പൊട്ടിക്കുക. നമുക്ക് എഞ്ചിൻ പൊട്ടിയാലും നമ്മൾ പണി. എക്സോസ്റ്റ് അങ്ങനെ പൊട്ടുന്നില്ല. എക്സോസ്റ്റ് വാൽവ്സിന് കുറച്ച് കാർബൺ ഡെപ്പോസിഷൻ വരാം. നോക്കണം, ചെക്ക് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇതുവരെ അങ്ങനെ പോപ്സ് ആൻഡ് ബാങ്ക്സ് ചെയ്തിട്ടില്ല. നമ്മൾ ഇത് ആ വണ്ടി ബിൽഡ് ചെയ്ത ഇൻസ്റ്റാഗ്രാം കമന്റ്സ് വെച്ചിട്ടാണ് പെയിന്റ് അടിച്ച കളറൊക്കെ അവർ പറഞ്ഞ കളർ പെയിന്റ് അടിച്ച് അവർ പറഞ്ഞ് എക്സോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, എക്സോസ്റ്റ് ചെയ്തു. എല്ലാം കൊളാബറായിട്ട് നമുക്ക് ഒരു മാനുഫാക്ചർ ടോക്ക് ചെയ്ത് ഒരു സാധനം എടുത്തു, അങ്ങനെ വീഡിയോ ചെയ്തു. അതേപോലെ ECU ട്യൂൺ ചെയ്യാൻ പോപ്സ് ആൻഡ് ബാങ്ക്സ് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ നമ്മൾ പോപ്സ് ആൻഡ് ബാങ്ക്സ് എങ്ങനെ ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തല്ലേ. അപ്പൊ അതൊക്കെയാണല്ലേ കാര്യങ്ങൾ. അതെ. വേറെ എന്തെങ്കിലും പറയണ്ട? വേറെ സെറ്റപ്പ് പറയാന്ന് പറഞ്ഞാൽ അതാണ്, ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ അല്ല വണ്ടികളെ. വണ്ടി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെടുക. വണ്ടി ഓടിച്ചു പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന മോട്ടോർ സൈക്കിൾ ആയിരിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോട്ടോർ സൈക്കിൾ. അത് പറയാൻ കാര്യം ചെയ്യില്ല. ചില വണ്ടികൾ ചില ആൾ 99% ആൾക്കാരും പറയുന്ന അപ്പാച്ചി 204 6th ഗിയറില്ലെന്ന. എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല 6th ഗിയറിന്റെ ഒരു അഭാവം. 6th ഗിയർ എന്റെ ഫൈനൽ ഡ്രൈവ് ഓൾമോസ്റ്റ് ഭയങ്കര ടോളായിട്ടാണ് കീപ്പ് ചെയ്തത്. ആ ഒരു ലെവൽ തന്നെ അല്ലേ? അതെ, അത് വെച്ച് ഞാൻ റേസ് ഓടിച്ച എന്റെ ഫസ്റ്റ് അതെ ശരിയാ, ഫസ്റ്റ് വിൻ RTR 200 ഞാൻ ഫസ്റ്റ് കപ്പ് അടിക്കുക. അതെ, കപ്പ് അടിക്കുക. ആ എഞ്ചിൻ സുസുക്കിയുടെ എഞ്ചിനാണ്. സുസുക്കി വീറോ എഞ്ചിൻ ഇൻസ്പയർഡ് എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെ എനിക്ക് ഓടിച്ചിട്ട് അങ്ങനെ സിമിലാരിറ്റി ചിലപ്പോൾ ഉണ്ടാവും. പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് ചേഞ്ച്. എന്റെ ഹെഡ് സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ്ലി മാറി. 4V ആക്കിയതിന്റെ മാത്രമല്ല ഹെഡ് സെറ്റപ്പ് വ്യത്യാസമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ പറയില്ലേ, ഇപ്പൊ KTM ആണെങ്കിൽ ബജാജ് ആണെങ്കിൽ കുറെ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരു ബെഞ്ച് മാർക്ക് എടുത്തുണ്ടാവും. ചിലപ്പോൾ സുസുക്കിയുടെ കുറച്ച് ബെഞ്ച് മാർക്ക് എടുത്തുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും കിടന്ന് പൊളിച്ച് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അല്ല, ഇതാണ് ഈ RTR 200 ഓൺ ദ റേസ് ട്രാക്ക് എന്നെ നെട്ടിച്ചൊരു മോട്ടോർ സൈക്കിൾ. Yamaha V3 RTR 200 നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു മോട്ടോർ. ഞാൻ എപ്പോഴും പണ്ട് KTM അത്രയും ഫാനായിരുന്നു. അത്രയും ഫാനായിട്ട് ഞാൻ വണ്ടി ഓടിച്ച് ഞാൻ KTM എന്ത് പറഞ്ഞാൽ ഞാൻ പറയും KTM ആണ് നല്ലത്. നമ്മൾ ഓടിക്കുന്നത് എല്ലാവരും ഒന്നും ട്രാക്കിൽ RC300 BS3 RC300 മാത്രമേ ട്രാക്കിൽ ഓടിക്കുള്ളൂ. വേറൊരു വണ്ടി അന്ന് ആൾക്കാർ ഇറക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഈ R3 ഓടിച്ച് കപ്പ് അടിച്ച അമറ, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. R3 ഓടിച്ചിട്ടാണ് കപ്പ്. അപ്പോഴാണ് നമുക്ക് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടല്ലേ. എന്നിട്ട് 2017 മറ്റേ ആ V3 ഇറങ്ങണം. 2018 ഞാനൊരു ട്രാക്ക് ഡേക്ക് V3 ഓടിച്ച്. അപ്പോഴാണ് ശരിക്കും എന്ത് എളുപ്പത്തിലാണ് ഓടിക്കുന്നത്. RC200 അടിക്കാം. പിന്നെ ഓൺ ദ റേസ് ട്രാക്ക് അത്രയും ഹാൻഡ്ലിങ്, അത്രയും കോൺഫിഡൻസ്, അത്രയും മോശം ടയറാ. ഇപ്പൊ നമ്മൾ മറ്റേ RC-ലൊക്കെ അത്രയും നല്ല ടയർ സെറ്റപ്പ് ഒക്കെ ഇട്ടിട്ടും ഒരു MR സ്റ്റോക്ക് ടയറിൽ ഇത്രയും നല്ല ടൈമിങ് ചെയ്യാൻ പറ്റണമെങ്കിൽ അത്രയും നല്ല ഹാൻഡ്ലിങ്. ഇപ്പോഴും ആൾക്കാരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റേസിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, റോഡിലല്ല ഓൺ ദ റേസ് ട്രാക്ക് പ്രൊഫഷണൽ റേസിങ്ങിലോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ Yamaha R15 V3 നോൺ ABS 2018 വണ്ടി അതിലാണ് റെക്കമെൻഡ് ചെയ്യണം. അതെ, നമ്മൾ റേസിംഗ് ട്രാക്കിൽ മറ്റേ ABS ഒന്നും ഉപയോഗിക്കില്ല, ഇലക്ട്രോണിക്സ് ഒന്നുമില്ല, എല്ലാം റിമൂവ് ചെയ്ത് പറ്റുന്നത്. കാരണം നമുക്ക് ബ്രേക്കിംഗ് പ്രോപ്പർലി അപ്ലൈ ചെയ്യണം, ട്രെയിൽ ബ്രേക്ക് ചെയ്യണം, വെയിറ്റ് കുറക്കണം. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് R15 V3 നോൺ ABS ആണ് ട്രാക്കിൽ ഓടിക്കാൻ സെറ്റപ്പ് വണ്ടിയാണ്. ശരിക്കും അത് ഞാൻ ഓടിച്ച് ഞാൻ നെട്ടിപ്പോയി. അപ്പൊ എനിക്ക് ആദ്യം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആൾക്കാരടുത്ത്. അതെ, KTM അങ്ങനെ ഫാൻസിനെ പേടിച്ചിട്ടില്ല. എനിക്ക് അത്ഭുതപ്പെട്ടു. ഞാൻ പണിത വണ്ടി മോശമായിട്ടാണോ, അതിപ്പോ നമുക്ക് വണ്ടി മോശമായിട്ടാണോ, നമുക്ക് വണ്ടി Yamaha KTM ഓടിക്കാൻ അറിയാത്തോണ്ടാണോ, എന്താ സെറ്റപ്പ് മനസ്സിലായില്ല. ഇപ്പോ നാഷണൽ ചാമ്പ്യൻഷിപ്പില് സ്റ്റോക്ക് 300 400 KTM ഇല്ല, എല്ലാരും R3 മാറി. പക്ഷെ പുതിയ KTM മറ്റേ ജനറേഷൻ
അത് മാറി. അതാണ് ഇപ്പൊ ഡോമിനേറ്റ് ചെയ്യുക. അതാണ് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിരിക്കുന്നത്. റോഡിൽ ഒരെണ്ണം പോലും കാണാനില്ല. അത് ആൾക്കാർക്ക് ആ ലുക്ക് ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഓടിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഫാസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലോട്ട് ഉദ്ദേശിക്കുന്നിടത്തോട്ട് തന്നെ അത് ഡയറക്ഷൻ ഭയങ്കര ഹാൻഡ്ലിംഗ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പായി. അതൊക്കെ ഭയങ്കര ആണെങ്കിലും ലൈറ്റ് വെയിറ്റ് ആക്കിയിരിക്കുകയാണ്. എല്ലാം വെയിറ്റ് റിഡക്ഷനിലാണ്. ആ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള സാധനം അറിയാം കേറ്റിയവന്. അറിയാം. പക്ഷെ അവര് ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ എല്ലായിടത്തും ട്രാക്ക്. ഇപ്പൊ 2012 ഞാൻ ട്രാക്കിലോട്ട് പോണ മുമ്പേ എന്നോട് ഞാൻ റോഡിൽ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കാൻ പോയി ട്രാക്ക് ഓടിക്കാൻ പോയപ്പോ ട്രാക്കിൽ പോയി ചോദിച്ചാൽ ദിവസം 30,000 രൂപ കൊടുക്കാനാ പറയുന്നത്. ആരുടെ ഉണ്ട് അത്രയും കാശ്? ആർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറയുന്നത് ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവും. ആഗ്രഹം ഇപ്പൊ എല്ലാവർക്കും ട്രാക്ക് ഓടിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഇത് അഫോർഡബിൾ അല്ല. പക്ഷെ നമ്മൾ അഫോർഡബിൾ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 1500 രൂപക്ക് സ്പീഡ് വേ തൃശ്ശൂരിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ കറന്റ് ബുക്ക്ഡ് ഔട്ട് ആണ്, ഫുള്ളി ബുക്ക്ഡ് ആണ്. ഇപ്പം ഈ എങ്ങനെ എപ്പോഴൊക്കെ ചെയ്യുന്നത്? എല്ലാ മാസം നമ്മൾ ചെയ്യും. മഴയില്ലാത്ത എല്ലാ മാസം ചെയ്യും. എല്ലാ ദിവസം ചെയ്യും. മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും. മഴയുള്ളപ്പോൾ ചെയ്യാൻ പറ്റില്ല. മഴ നമ്മൾ ഓടിക്കും, പക്ഷെ പിള്ളേരെ ഓടിപ്പിക്കാൻ. ബ്രോ RTR 200 വെച്ചല്ലേ ചെയ്യുന്നത്? RTR 200 ഉണ്ട്, 310 ഉണ്ട്. പൊട്ടൻഷ്യൽ ആണുള്ളതാണ്. ഭയങ്കര പൊട്ടൻഷ്യൽ മോട്ടോർ സൈക്കിൾ. ഞാൻ പലപ്പോഴും ചെറിയ ഫോർക്കും ചെറിയ ഫ്രണ്ട് സൈസ് വീൽ സൈസ്. ഞാൻ എന്റെ ഒരു ഫോട്ടോ കാണിച്ചുതരാം. എത്ര കോണ് ഞാൻ ജയിച്ച. ഞാൻ 2 സെക്കൻഡ്സിൽ ജയിച്ചു. നല്ലോണം ചെയ്യാൻ പിന്നെ മാരക. ഇപ്പം ഒരു USD 4 എൻഡ്യൂറൻസിന്റെ അകത്ത് ആഡ് ചെയ്ത്. എൻഡ്യൂറൻസിന്റെ ആഡ് ചെയ്ത് പുതിയ വന്നു. പുതിയ വന്ന് ബ്രോ കണ്ടിട്ടില്ല. മറ്റേ 160 ഒക്കെ ഉണ്ടായിരുന്നു, 200 കണ്ടിട്ടില്ല. മറ്റേത് KYB ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിരുന്നു. അപ്പൊ ഇത് ഡൗൺ ഗ്രേഡ് ആണോ? അത് ഓടിച്ചു നോക്കാണ്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഓടിച്ചിട്ട് ഈ ശരിക്കും ഇപ്പൊ R15 V3 V4 കൺവേർഷൻ വന്നിട്ടുണ്ട്. V4 വന്നപ്പോൾ അപ്സൈഡ് ഡൗൺ ഫോർക്ക് വന്നിട്ടുണ്ട്. V4 കോർണറിലോട്ട് സ്ലോവർ ആയിട്ട് എൻ്റർ ചെയ്യണം. V3 ആണ് ഫാസ്റ്റ് ആയിട്ട്. അങ്ങനെയല്ല, V3യുടെ സസ്പെൻഷൻ സെറ്റപ്പിനെ പറഞ്ഞാൽ രണ്ടും ഓൾമോസ്റ്റ് സിമിലർ വണ്ടികളാണ്. അതിന്റെ സസ്പെൻഷൻ ഇപ്പൊ ആൾക്കാർ V3 തന്നെ V4ന്റെ സസ്പെൻഷൻ കയറുമ്പോൾ തന്നെ ആ V3 ടിപ്പിൻ ചെയ്യണം. ഫാസ്റ്റ് ആയിട്ട് ടിപ്പിൻ ചെയ്യണ പോലെ ആ അപ്സൈഡ് ഡൗൺ ഫോർക്ക് ടിപ്പിൻ ചെയ്യില്ല. പക്ഷെ അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്ന കോർണർ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് ആണ്. കോർണർ ചെയ്യുന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കോർണർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈ കിട്ടുന്ന ഫീഡ്ബാക്ക്, ആ ടയർ എന്താ ചെയ്യുന്നുള്ള ഫീഡ്ബാക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ട് നമുക്ക് അപ്സൈഡ് ഡൗൺ ഫോർക്ക് കിട്ടും. അതാണ് വ്യത്യാസം. പക്ഷെ ആ ട്രാക്ക് ഓടിക്കാത്തവർക്ക് കാര്യമില്ല. നമ്മളിപ്പോൾ ലുക്സിന് വേണ്ടി ഇപ്പോൾ അപ്സൈഡ് ഡൗൺ ഫോർക്ക് ലുക്കാണ് സെറ്റപ്പ്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. ഇതിന് ഇന്ന ട്യൂബ് സ്ക്രാച്ച് വന്നത് മാറ്റേണ്ടി വരും. പോളിഷ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും, പക്ഷെ എന്നാലും അതിന്റെ പെർഫെക്ഷൻ കിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ കുറെ ലേബർ കൂടുതലാണ്. ടൂറിംഗ് ഒക്കെ വല്ല ലീക്ക് വന്നാൽ ബ്രേക്ക് വീണാൽ ബ്രേക്ക് ഫെയ്ഡ് ആയി പോകും, ബ്രേക്ക് കിട്ടില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. ഓൺ ദ റേസ് ട്രാക്ക് നിങ്ങൾ റേസ് ഓടിക്കുവാണെങ്കിൽ മാത്രമേ അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ. ബെറ്റർ ഫീഡ്ബാക്ക്, ആ സ്റ്റെബിലിറ്റി, ആ റിജിഡിറ്റി കിട്ടണമെങ്കിൽ ഓൺ ദ റേസ് ട്രാക്ക് ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. റോഡിൽ അല്ലെങ്കിൽ അത്രയും അഗ്രസീവായിട്ട് റാഷ് ആയിട്ട് ഓടിച്ചാലും കൂടി നിങ്ങൾക്ക് അത് കിട്ടില്ല. അത്രയും ലീനിലൊക്കെ കിട്ടിയാലേ ആ അപ്സൈഡ് ഡൗൺ ഫോർക്കിന്റെ അഡ്വാൻറ്റേജ് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ 2 വണ്ടി മാറി ഓടിച്ചിട്ടുണ്ട്. V3 വിത്ത് അപ്സൈഡ് ഡൗൺ ഫോർക്ക്, V3 സ്റ്റോക്ക് ടെലിസ്കോപ്പിക് ഫോർക്കായിട്ട് മാറി ഓടിച്ചിട്ടാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടെന്ന് ശരിക്കും. അപ്പോൾ ഞാൻ പഴയ RCയും പുതിയ RCയും എത്ര ഫാക്ടറി മാറി ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ലൈറ്റർ വെയിറ്റ് വീൽസിന് ഇത്രയും ബെറ്റർ ഹാൻഡ്ലിംഗ് വരും, ഇത്ര ഫാസ്റ്റ് ആയിട്ട് വണ്ടി ചരിക്കാൻ പറ്റും. ഞാൻ അന്ന് അതിൻ്റെ എഞ്ചിനീയർ വന്നിട്ട്, അപ്പോൾ എഞ്ചിനീയറോട് ഞാൻ പറഞ്ഞതാണ് ഇത് ഓൾമോസ്റ്റ് ഒരു Yamaha R3 ഓടിക്കുന്ന ഒരു ഫീലിംഗാണ്. എഞ്ചിൻ വൈസ് അല്ല, അതിൻ്റെ ഫ്ലിക്കബിലിറ്റി, ആ ഡയറക്ഷൻ ചെയ്യും വണ്ടി ഇരുന്നിട്ട് നമ്മൾ ടിപ്പിൻ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത് Yamaha R3യുടെ നിമ്പിൾനെസ് ആണ്. പെട്ടെന്ന് ചരിക്കാൻ പറ്റുന്ന ആ ലൈറ്റ്നെസ് ആണ് നമ്മൾ RC ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ എന്നോട് ആ എഞ്ചിനീയർ പറഞ്ഞ, എന്നോട് ആ മനീഷ് ടണ്ടൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ടോപ്പ് ഓഫ് ദ KTM ബജാജിൻ്റെ ഒക്കെ ടോപ്പ് എക്സിക്യൂട്ടീവ്, അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം അയാൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന ഈ കാര്യം. വൺ ഓഫ് ദ ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് എവർ റിസീവ്ഡ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചെന്നാ പറഞ്ഞു. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അത് അല്ല, കുറ്റം പറയാൻ പറ്റില്ല. എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഈ എത്ര പേര് ട്രാക്കിൽ ഓടിക്കുന്നുണ്ട്. ഇപ്പൊ ട്രാക്കിൽ ഓടിക്കുന്ന എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അത്ര ചെറിയ ആൾക്കാരെ ട്രാക്കിലുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ പോയി ട്രാക്കിൽ പോയ എല്ലാ പിള്ളേരും അറിയാം. എന്തുട്ടാ ഇപ്പൊ ട്രാക്കിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്നാൽ ട്രാക്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇപ്പൊ മാറിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2012 നമുക്ക് ഡ്രീം ഉണ്ടായിരുന്നു MotoGP ഒക്കെ ഓടിക്കണം. MotoGP ഒന്നും എത്താൻ പറ്റില്ലെങ്കിൽ, പക്ഷെ MotoGP ഇന്ത്യ വന്നപ്പോൾ പരേഡ് ലാപ്പ് ഓടിച്ച് ഞാൻ ട്രയംഫിനകത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ അതാ, എത്ര ഇന്ത്യയിൽ അത്രയും വണ്ടി ഓടിക്കുന്ന ആൾക്കാരുണ്ടായിട്ടും നമ്മുടെ പാഷൻ ഡ്രീം എപ്പോഴും റേസിംഗ് ആയിരുന്നു. റോഡിൽ ആദ്യമൊക്കെ നമ്മൾ കുറെ ഇതൊക്കെ കാണിച്ചത്, അക്രമം കാണിച്ചത്, അതിരപ്പള്ളിയൊക്കെ പോയി നമുക്ക് കോർണർ ചെയ്യും. പണ്ടൊക്കെ അതിരപ്പള്ളി നല്ല റോഡായിരുന്നു. അപ്പോൾ നമ്മൾ BS3 Duke 3 ഒക്കെ അക്രമം കാണിക്കരുത്. പക്ഷെ ആ അക്രമമൊന്നും നമ്മൾ പിന്നെ കാണിച്ചില്ല. അപ്പോഴാണ് എന്നോട് ഒരാൾ പറയുന്നത്, നമുക്ക് റേസ് ട്രാക്കിൽ പോയി ചെയ്തുകൂടി ഇതൊക്കെ. അങ്ങനെ തുടങ്ങുന്നത്. അതെ, നമ്മൾ ആദ്യം എടുത്തെങ്കിലും ഈ Duke 3 എടുത്തതെന്ന് പറഞ്ഞാൽ തന്നെ ട്രാക്ക് ഓടിക്കാൻ. പക്ഷെ അന്നൊന്നും ഈ KTM ട്രാക്ക് പിന്നെ വന്നെ. പിന്നെ KTM ട്രാക്ക് ഡേയിൽ 1500 രൂപ 1000 രൂപ കൊടുത്ത് നമ്മൾ ഓടിക്കാൻ പോയി, ചെന്നൈയിൽ പോയി ഓടിക്കാൻ പോയി. PM പ്രാക്ടീസ് ഉണ്ട്, വെറുതെ 1500 5500 റുപ്പീസ്. അത് കഴിഞ്ഞ് യമഹയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് 1000 രൂപയ്ക്ക്. അതിപ്പോ പക്ഷെ Yamaha ഓടിക്കാൻ ആകെ 5-10 ലാപ്പേ ഉള്ളൂ. പണ്ടെന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടിക്കുക. പ്രോപ്പർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഗസ്റ്റോ റേസിംഗ്, അപ്പെക്സ് റേസിംഗ് ഒക്കെ നല്ല അക്കാഡമീസ് വന്നിട്ട് നല്ല ഇൻസ്ട്രക്ടർ ഇമാനുവൽ ജബരാജ് സാർ അവരൊക്കെ വന്ന് പഠിപ്പിച്ചു തരും.
പണ്ട് അങ്ങനെ പഠിപ്പിച്ചു തരും. 30,000 കൊടുക്കുന്നിടത്ത് നമ്മൾ 1000 രൂപ കൊടുത്താൽ 1000 രൂപ അതാണ് വണ്ടി. അന്ന് KTM എല്ലാവരും എടുക്കുമായിരുന്നു. റെഡി ടു റേസ് എന്ന് പറഞ്ഞ സാധനം ശരിക്കും കൊണ്ടുവന്ന KTM തന്നെ. നിങ്ങൾക്കൊരു മോട്ടോർ സൈക്കിൾ മേടിക്കുക, എന്നിട്ട് അത് പോയി ട്രാക്ക് ഡേ ചെയ്യാൻ പറ്റും. പിന്നെ ഓറഞ്ച് കപ്പും ഉണ്ടാവും. കേരളത്തിൽ അന്ന് കേരളത്തിൽ കുറച്ച് പേരെ ഓടിച്ചിട്ടുണ്ട് ഓറഞ്ച് കപ്പ്. അതിൽ ഒരാൾ ഞാൻ ടോപ്പ് 5 ഒക്കെ ഫിനിഷ് ചെയ്ത ആളെ അന്ന് ഓറഞ്ച് കപ്പ് ഡ്യൂക്ക് വെച്ചിട്ട് റേസ് ഓടിച്ചാട്ടോ. എന്നിട്ട് ഇപ്പോൾ മറ്റേ RC കപ്പ് നമ്മൾ കപ്പൊക്കെ കൊണ്ട് കേരളത്തിലോട്ട് കൊണ്ടുവന്നുണ്ട്. എല്ലാം സെറ്റാക്കി നമ്മളെല്ലാ കാറ്റഗറി ഓടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതിൻ്റെ RTR 200 വിൻ ചെയ്ത് ഫസ്റ്റ് മലയാളി ഞാൻ. RTR 200 ഇല്ല, GPR ടെക് ഒന്നുമില്ല. അതിൻ്റെ ഒരു മീഡിയ ക്ലാസ് ഉണ്ട്. മീഡിയ ക്ലാസ് ആദ്യമായിട്ട് കേരള ചരിത്രത്തിൽ ജയിക്കണ ഞാൻ. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കപ്പടിക്കണ ഞാൻ. അതൊക്കെ തന്നെയാണ്. അതെ, അങ്ങനെ. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ RTR 200 അത്ര സെറ്റപ്പാന്ന് മനസ്സിലാക്കി. ഞാൻ ആദ്യം ചിലപ്പോൾ ഞാൻ വെച്ചു നമ്മൾ KTM ഓടിച്ചു വന്നിട്ടുണ്ട്, നമ്മൾ ബിഗർ ബൈക്സ് ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രയംഫിൻ്റെ 765 ഒക്കെ ഓടിച്ച് അതൊക്കെ ബിഗർ ബൈക്സ് ഓൺ ദ ട്രാക്ക് ഓടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ RTR 200 ഓടിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു RTR 200 ഇത് ഓടിക്കോ, കടത്താൻ പറ്റുമോ? അല്ല, എല്ലാവർക്കും ഉള്ള ഡൗട്ടാ. അതും അവർ എനിക്ക് കിട്ടുന്ന ടൈം ഫ്രണ്ടില് 90 സെക്ഷനും ബാക്കിൽ 110 ഫ്രണ്ട്. ഇതിന്റെ ഫ്രണ്ട് ടയർ ബാക്കിൽ എടുത്ത് ഇട്ടരും. ഡ്രാഗ് റേസ് അങ്ങനത്തെ സെറ്റപ്പ്. ചെറിയ റിം ഇട്ടരും, അത് വെച്ചിട്ട് ഓടിക്കാം. അപ്പോൾ എനിക്കാണെങ്കിൽ ആകെ ഇതായി, എൻ്റെ അമ്മ ഇത് ഓടിക്കാൻ പറ്റുമോ? വേറെ അന്ന് ഓടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് എന്തൂസിയം, ഞാൻ നാഷണൽ ചാമ്പ്യൻസ് ലെവൽ അല്ലെങ്കിലും പാഷനേറ്റ് ആയിട്ടുള്ള ട്രാക്ക് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഒരു ആവറേജ് ട്രാക്ക് ജങ്കി, അങ്ങനെ ട്രാക്ക് ഡേ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ പാഷനേറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന എന്തൂസിയസ്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കാം. അല്ലാതെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് അങ്ങനെ ഒന്നും ഓടിക്കാനുള്ള. നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് വണ്ടി എടുത്ത് ട്രാക്ക് നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ വണ്ടി എടുത്ത് പോയി ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പോയി എൻ്റെ ഡ്രീമും അതായത് ട്രാക്കിൽ പോയി വണ്ടി കൊണ്ട് പൊളിക്കുക, ട്രാക്ക് ഓടിക്കുക, ആ സെറ്റപ്പാണ്. അതാണ് നമ്മളിപ്പോൾ ലിവിങ് ദ ഡ്രീം. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ലോങ് വീഡിയോ ആയിരുന്നു. അപ്പം ഇതൊന്നും അല്ല, പുള്ളിയുടെ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പറയാണ്ട് നിൽക്കുവാണെങ്കിലേ അതെ, കുറേ കഥയുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. കട്ട് ചെയ്യലൊന്നുമില്ല, ഇത് അതുപോലെ തന്നെ ഇടാനുള്ളൊരു പ്ലാനിങ്ങില്ല. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് തീരുമോ? എഡിറ്റ് ചെയ്തൊന്നുമില്ല, അങ്ങോട്ട് ഇടുക, റെൻഡർ ചെയ്യുക. അതൊന്നും നമ്മൾ കട്ട് ചെയ്യത്തേ ഇല്ല. ഇത് നമ്മൾ അത് കട്ട് ചെയ്തില്ല. കാരണം ഇത് കട്ട് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ 1-1.5 മണിക്കൂറുണ്ട്. സിനിമ കണ്ട് തീർക്കുന്നതിനേക്കാളും ആൾക്കാർ ഇത് കണ്ടോളും അല്ലേ? ഇത് ഭയങ്കര ലോങ് ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, 2 പാർട്ടായിട്ട് ചെയ്യാം. 2 പാർട്ടായിട്ട് കട്ട് ചെയ്താ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതെ, കഴിഞ്ഞു. ഒച്ച മഴ വരാൻ പോകണം, ഞാൻ പോയി പണിയെടുക്കാം. ഞാനും ഭക്ഷണം കഴിച്ചില്ല, ഞാനും പോകണം. എനിക്ക് കായംകുളത്ത് പോകണം. ഓ, കായംകുളത്ത് വന്നാണല്ലേ? പിന്നെ ഇവിടെ എന്തോ വീടുണ്ടായിരുന്നു, വൈഫ് ഹൗസ് ഇവിടെ ഇല്ലേ? ശരി, കാണാം. ഓക്കെ, മൊത്തം ഇതിന്റെ സെറ്റപ്പും കൂടെ ഒരു റീലായിട്ട് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. ക്യാമറയുടെ അതൊക്കെ ചെയ്തു. അതുകൊണ്ട് മൈക്ക് അവിടെ റീലും കൂടെ കട്ട് ചെയ്തു. അതിന്റെ